ഞാൻ ഇതൊക്കെ വെച്ച് എന്തോന്നുണ്ടാക്കുമെന്ന് ദൈവമേ. എത്ര മതിയായിരിക്കും? എന്തിനാണോ എന്റെ അടുത്ത് ഇത്രയും ക്രൂരത കാണിച്ചവർ? മതി ഇതൊക്കെ. അയ്യോ ഇത് നിറച്ച് ഉറുമ്പാണല്ലോ. കുറച്ച് ഉറുമ്പൊക്കെ ഉള്ളതല്ലേ, കണ്ണിന് നല്ല ആരോഗ്യം. അവരെ കൊണ്ട് തോറ്റ്. പറഞ്ഞിട്ട് കാര്യമില്ല, പണിയെടുക്കാൻ വയ്യ അവർക്ക്. അവള് തന്നെ അമ്പലത്തിൽ പോകാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പൊക്കോളും. പണിയെടുക്കാൻ ഞാൻ ഉണ്ടെന്നാണല്ലോ അവരെ വിചാരം. എനിക്കൊന്നും അറിഞ്ഞുകൂടുന്ന് എനിക്കല്ലേ അറിയും. പേടിച്ചില്ല, കണ്ട്. മക്കൾ അടുക്കളപ്പണി ചെയ്യായിരിക്കല്ലേ? ഓ എന്റെ മാമ ഒന്നും പറയണ്ട. എന്നാ ഒന്നും പറയണ്ട. അയ്യോ അങ്ങനെയല്ല. എന്നാ പറഞ്ഞു. എനിക്ക് പണിയെടുത്ത് നടുവിടിഞ്ഞ്. ഇടി അതെ, നമ്മള് ചെറുപ്പക്കാരെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മള് ചെറുപ്പക്കാര് അല്ല, നീ ചെറുപ്പക്കാരെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നമ്മള് കഷ്ടപ്പെടണം. എല്ലുമുറിയെ പണിയെടുത്താലേ പല്ലുമുറിയെ പണിയെടുത്താല് പല്ല്. ഇടി അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, എന്നെ ഒന്ന് സഹായിക്കടിയത്. മുറിയെ പണിയെടുത്താലേ എല്ലുമുറിയെ തിന്നാൻ. അങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് നീ എപ്പോഴും മനസ്സിലോർക്കണം. മാമ ഇങ്ങനെ കിടന്ന് തത്തി കളിക്കാതെ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞു തരും എനിക്ക്. എന്തിന്? എന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്നെ ഏൽപ്പിച്ച പണിയല്ലേ, നീ എന്നെ ചെയ്യണം. എന്നെ ഏൽപ്പിച്ച പണിയാണ്, പക്ഷെ മാമ ഇത് ചെയ്തു തരാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ആയിരിക്കും. അല്ലാതെ എനിക്ക് പറ്റത്തില്ലടേ. അതായത് വേറൊരാൾ ചെയ്ത് പകുതിയാക്കിയ വർക്ക് ഞാനത് ചെയ്യത്തില്ല. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. ഏത് ജോലിയാണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. ഒറ്റയ്ക്ക് ചെയ്യണം? എന്നാ മാമ ഇവിടുത്തെ പണിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും, ഞാൻ അപ്പുറത്ത് പോയിരിക്കാം. അത് വേണ്ട, മോളായാലും തുടങ്ങി വെച്ചവർക്കല്ലേ, മോള് തന്നെ അങ്ങ് പൂർത്തീകരിക്കുക. അതാ നല്ലത്. അത് മാത്രമല്ല, എനിക്കൊരാൾ പകുതിയാക്കി വെച്ചിട്ട് പോയവർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. എടി മോളെ, നമ്മൾ ചെറുപ്പക്കാരെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തോന്ന് മാമ എപ്പോഴും നമ്മള് ചെറുപ്പക്കാരും. അല്ല, നീ ചെറുപ്പമാണല്ലോ, അങ്ങനെ മാമൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞത്. അതായത് ഈ ചെറുപ്പക്കാരൊരു കാര്യം ഏറ്റു കഴിഞ്ഞാല് അത് കൃത്യമായിട്ട് ചെയ്ത് തീർക്കണം. അപ്പോഴേ മോൾ ഇവിടുന്ന് ജോലി ചെയ്യ്, മാമൻ അപ്പുറത്ത് കാണും. എന്താവശ്യം വന്നാലും വിളിക്കരുത്, മാമൻ നിന്നെ വിളിച്ചോളാം. വിളിപ്പുറത്തുണ്ടായിരിക്കണം, പറഞ്ഞ കേട്ടല്ലോ. ദൈവമേ, വല്ലാത്ത ചീത്തായി പോയല്ലോ. പണിയെടുത്ത് മനുഷ്യൻ ചാവി. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ നമ്മുടെ പിങ്കിയുടെ കാര്യം ആലോചിച്ച് തിരിച്ചു പോയത്. അവള് കഴിക്കാൻ പറ്റാതെ ഉണ്ടാക്കിയ. അവള് അടുക്കളയിലാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മാമ. എന്തായി തീരുവോ എന്തോ. പിന്നെ വേറൊരു കാര്യം, ചിന്നു പോകുന്ന സമയത്ത് പ്രത്യേകം എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു കാരണവശാലും അവളെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് ചെല്ലല്ലേ. കൊച്ചുകുട്ടിയല്ലടാ, നമ്മളായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കണം. എന്റെ മാമ കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഈ കൊച്ചുകുട്ടികളാ വളർന്നു വലുത് അമ്മയും അമ്മുമ്മയായിട്ടൊക്കെ മാറുന്നത്. മാമന്റെ ഉദാഹരണം തന്നെ എടുത്തു നോക്ക്. മാമൻ പണ്ട് കൊച്ചുകുട്ടിയല്ലായിരുന്നു, ഇപ്പോഴും കൊച്ചുകുട്ടിയല്ലയോ? സ്വഭാവം. അത് പറഞ്ഞു വരുമ്പോഴേ എന്റെ പെങ്ങളില്ലേ, ആരാ? മണിക്കുട്ടി. അവളെ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് വിടുന്നതിന് മുമ്പ് അവൾക്ക് ചമ്മന്തി അരയ്ക്കാൻ പോലും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഇവിടെ വന്ന ശേഷം എല്ലാ അടുക്കളപ്പണിയും പഠിച്ചത്. അതേപോലെ ഇവളും ക്രമേണ കൊണ്ട് പഠിച്ചു വരുവായിരിക്കും. അല്ല, മാമന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. ചെറുപ്പകാലത്തെ സ്പാനർ എന്തുവായിരുന്ന മാമൻ അറിയായിരുന്നു? എനിക്ക് അറിഞ്ഞൂടായിരുന്നു, പക്ഷെ അതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി വർഷാപ്പിൽ നിന്നപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ എനിക്കറിയാം ഇത് ഇന്നതിന് ഉപയോഗിക്കേണ്ടതാണ്. നിനക്കറിയാമോ? എനിക്ക് സ്പാനറിന്റെ. പിന്നെ സ്പാനർ വേണ്ട അങ്ങേയറ്റത്ത് കിടക്കുന്ന മുഴുത്തത് 24, 22, 12, 10, 8, 10, 6, 4, 4, 2, 2, 0, 2, 0.
നീ എന്താണ് വിളിച്ചൊക്കെ പറഞ്ഞത്? അത് എഴുതി വെച്ചെങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞതാ? ഇല്ലാത്തൊന്നും പറഞ്ഞത് നീ ആ കുഞ്ഞു സാധനം. കുഞ്ഞു സാധനം. ആ എന്തോന്നു ഇവിടെ? ചായ ചായ ചായ. ആ കിളി ചായ ഇട്ടാ. ഓ ദാ ചായ കുടിക്കേ. നീ ഇതെന്തൊരു രസോ? രസോ? ആ? ചായ ഉണ്ട്, ഞാൻ പഞ്ചസാര ഇട്ടായിരുന്നു. ഇത് രസം പോലെ അല്ലേ? ഇതെന്താണ് അതിനകത്ത് എന്തൊരു കിടക്കണത്? കാടും പടലും ഒക്കെ കിടക്കുന്നല്ലോ ഇത്. ഇതെന്റെ സ്പെഷ്യൽ മെന്റ് ടീ ആണ്. എന്തോ മെന്റ് ടീ, മലയാളത്തിൽ അങ്ങോട്ട് പറയടി. മിന്റിട്ട ചായ. തുളസിയല്ലേ? അത് പെട്ടെന്ന് മിന്റ് കിട്ടിയില്ല, അപ്പൊ ഞാൻ തുളസി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കുടിക്കാൻ നല്ല ടേസ്റ്റാ. അല്ല ടേസ്റ്റ് നിനക്ക് എങ്ങനെ അറിയാം? അല്ല അവള് കുടിച്ചു കാണും മാമ. അയ്യോ ഞാൻ കുടിച്ചില്ല. അപ്പൊ നീ കുടിച്ചില്ലേ? ഇല്ല, ഇത് നിങ്ങൾ കുടിച്ചിട്ടേ നിങ്ങൾക്ക് ഒന്നും പറ്റില്ലെങ്കിൽ ഞാൻ കുടിക്കാം. അപ്പൊ എവളെ നമ്മളെ പരീക്ഷണ വസ്തു ആക്കുക ഗിനിപ്പന്നി. അങ്ങനെയും പറയാ. കുടിക്ക് കുടിക്ക് കുടിച്ചോക്ക്. കുടിച്ചു നോക്കാം. കുടിക്കണോ? 5-6 ബാത്റൂം അല്ലേ ഇവിടെ? കുടിക്ക്. മാമ പറഞ്ഞ കേട്ടോ. സൂപ്പറാ. കൊള്ളാം. കൊള്ളാമോ? നീ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ സാധനം കൊള്ളാം കേട്ടോ. സീരിയസ് ആയിട്ട്? ആ ശ്ശേ, ഞാൻ എന്നെ കൊണ്ട് തന്നെ തോറ്റ്. നല്ല ടേസ്റ്റ്. ടേസ്റ്റ് ഉണ്ടല്ലേ? ഓ, എന്റെ ആദ്യത്തെ പരീക്ഷണം വിജയിച്ചു. അപ്പൊ ഇനിയും പരീക്ഷണമുണ്ടോ? ഉച്ചക്ക് ഞാൻ ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. എന്തൊരു പാൽക്കോഴി. പാൽക്കോഴി മലയാളത്തിൽ പറയടി. പയറ് കറി. ആ അങ്ങനെ അങ്ങനെ പറ. പയറ് കറി വെറൈറ്റികളാ. വെറൈറ്റി ഒക്കെയാണ്, പക്ഷെ ഇച്ചിരി സ്വാദിലൊക്കെ ഉണ്ടാക്കണം. ഇത് സ്വാദില്ലായിരുന്നു. ഇത് ടേസ്റ്റ് ആയിരുന്നു ഉള്ള കാര്യം പറയാമല്ലോ. ഇതേപോലെ അല്ല വെറൈറ്റി ആയിട്ട് ഞാൻ അത് ഉണ്ടാക്കും. ആണോ? അതെ, നിന്റെ അമ്മയുണ്ടല്ലോ മണിക്കുട്ടി, അവൾക്ക് ഇതുപോലെ ആയിരുന്നു പണ്ട് കുഞ്ഞുനാളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവള് വെക്കുന്ന ഒരു സാധനങ്ങളും വായി വെച്ച് തിന്നാൻ കൊള്ളത്തില്ലായിരുന്നു. ഇപ്പൊ പിന്നെ ഈ വീട്ടിൽ വന്ന് ഈ പാചകമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ ഇപ്പോഴും അതുപോലെ. മണിക്കുട്ടിയെ പോയാലായിരിക്കില്ല ഞാൻ വയ്ക്കുന്നതൊക്കെ സൂപ്പർ ആയിരിക്കും. അതെ ശരി, സൂപ്പറായിട്ട് പോയി. ഞാൻ പോയി വെച്ചിട്ട് പോയി വെച്ചിട്ട് വെക്കടാ. പയറ് കറി. പയറ് കറി എനിക്ക് പയറ് കറി. പയറ് കറി. പയറ് കറി. ഇനി എന്തൊക്കെ ഇടണമെന്നോ? സവാള, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടെ കുനുകുനാന്ന് അരിയണം. അങ്ങനെ എന്തല്ലേ? ഹലോ, ആര്? ഇല്ല, മനസ്സിലായില്ല. ഇതൊന്ന് പിന്നെ ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ നിങ്ങളാരും മമ്മൂട്ടിയാ? വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കില്ല, ഞാൻ നല്ല മൂഡിലല്ല ഇപ്പൊ. ആരാണെന്നൊന്ന് പറയൂ. പെണ്ണുപിള്ള പുറത്ത് എന്റെ വൈരിക്കുന്നൊക്കെ മിസ്സാ? സിമി മിസ്സായിരുന്നോ? അത് മിസ് ഞാൻ ഇവിടെ വേറെ ആരോടത്തോ പറഞ്ഞ. ഓ ഞാൻ വീട്ടിലുണ്ട്. ഇങ്ങോട്ട് വരണ? അതെന്തിനു മിസ്? മിസ് ഹലോ ഹലോ. ആകൂടെ നാണക്കേടായി. മിസ് എന്തിനു വിളിച്ച? മിസ്സിന്റെ അടുത്ത് എന്തോ പറയുകയും ചെയ്തു. അയ്യോ, മിസ് ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ലല്ലോ. അയ്യോ, എല്ലാം പുളി. ഞാൻ ഇവിടെ ഇല്ലെന്ന് വിളിച്ചു പറഞ്ഞല്ല. എടുക്കല്ല. ഇപ്പൊ എന്ത് ചെയ്യും? ദൈവമേ. മുറുക്ക് 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 മുറുക്ക്. എന്തോ മൊത്തം തുരുമ്പാണല്ലോ ഇത്. തുരുമ്പെന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്ന പണി ചെയ്യണം. ഇതിനകത്തൊക്കെ തുരുമ്പ് തൊട്ട് കുഴപ്പമില്ല, തുടച്ചളയാ. നീ ചൊറി പിടിക്കും അമ്മാവാ. ചൊറിയാ? ചൊറിയൊന്നും പിടിക്കില്ല. നീ ഇത് വർക്ക്ഷോപ്പ് ഉണ്ടാക്കിയ കാലത്തായോണ്ട് വന്ന സാധനം. നീ എന്തൊരു ലൂസാക്കണം. ലൂസാക്കണം, ടൈറ്റ് ചെയ്യാൻ പറഞ്ഞ ടൈറ്റ് ചെയ്യണം. ചെവിക്ക് പിടിക്കുന്നു. നിന്ന്
ഒന്ന് പണി പണിയടാ. പിന്നെ ഇതേ അപ്പോ എന്താടി അമ്മ അവിടെ അടുക്കളയില് അടുക്കളയില്? അവിടെ അടുക്കളയില് ഞാൻ പയറ് വയ്ക്കാൻ പോയപ്പോ ഗ്യാസ് വല്ലതും പൊട്ടി തെറിച്ചോ? പിന്നെ തീ പിടിച്ചാടി. പിന്നെന്തര്? കാര്യം പറ. പയറ് വയ്ക്കാൻ പോയപ്പോ ആരെങ്കിലും കേറി വന്നോ? ഓ ഇല്ല, പയറില്ല. പയറില്ലേ? പയറില്ലെങ്കിൽ വേണ്ട, പരിപ്പിട്ട് പോയി. പരിപ്പില്ല. പരിപ്പില്ല. ഓ അല്ല, നീ നേരത്തെ ഏതാണ്ട് പുതിയ പയറേറി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. ഉണ്ടാകുന്ന പറഞ്ഞു. അല്ല, പയറില്ലാതാണോ പയറേറി ഉണ്ടാക്കുന്നത്? പയറില്ലാന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പൊ പരിപ്പുമില്ല. പരിപ്പില്ല. എന്റെ പൊന്നപ്പു, ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കുന്തവും ഇല്ല. അത് സത്യമായിരിക്കും മാമ. കാരണം എവള് കുറെ ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, എല്ലാം തീർന്നു കാണും. തീർന്നു, എല്ലാം തീർന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വാങ്ങിച്ചോണ്ട് വരാം. ഒറ്റയ്ക്കാണോ പോകുന്നത്? ഒറ്റയ്ക്ക്? അയ്യോ, അങ്ങനെ ഒറ്റയ്ക്ക് വേണ്ട. എന്താ? അപ്പുനെ കൂടെ കൊണ്ടോ. എന്തിന്? മാമ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല സാധനങ്ങളൊന്നും കിട്ടൂല. എടേ, ഞാനിതെല്ലാം കൃഷി ചെയ്തുണ്ടാക്കുന്നവനാ. എനിക്ക് അറിഞ്ഞുകൂടായോ നല്ല സാധനം ചീത്ത സാധനം? ഉപ്പും മുളകും പഞ്ചസാരയൊന്നും കൃഷി ചെയ്യുന്നില്ലല്ലോ. അത് കൃഷി ചെയ്യുന്നില്ല. ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അപ്പം കൂടെ പറഞ്ഞ എന്നാലേ അതൊക്കെ നല്ലത് നോക്കി എടുക്കാൻ പറ്റും. ഉണ്ണിയപ്പൂ കൂടെ പോ. കൂടെ പോവാൻ പറഞ്ഞ എനിക്ക് 100 കൂട്ടം ജോലി കിടക്കുകയാണ്. 100 കൂട്ടം ജോലിയല്ലേ, അത് കുഴപ്പമില്ല, വന്നിട്ട് ചെയ്യാത്. വന്നിട്ട് അത് നീ ചുമ്മാ ശരിയാവൂല. നിങ്ങൾ പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. നീ വിഷമിക്കണ്ട. ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് ഞാൻ ഒരു 5 മിനിറ്റിനും, നീ 50 നീണ്ടുന്നതിനകത്ത് ഞാൻ പറയാം. അയ്യോ, 5 മിനിറ്റിനുള്ളിൽ വരണ്ട. പെട്ടെന്ന് പോയിട്ട് പതുക്കെ വന്നാ മതി. പെട്ടെന്ന് പോയിട്ട് പതുക്കെ വന്നാ മതി. അല്ല, നീ തന്നെയല്ലേ പെട്ടെന്ന് പോകാൻ പറഞ്ഞു, പിന്നെ പതുക്കെ വന്നാ മതി. പതുക്കെ വന്നാലല്ലേ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂ. ഇതെന്തോ നീ പറയുന്നേ? നിങ്ങള് ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എന്നെ കൂടെ കൺഫ്യൂഷൻ എടുപ്പിക്കില്ല. പെട്ടെന്ന് എണീക്ക്, എണീക്ക്. ഞാൻ പിടിക്കാം. പിടികിട്ടി. എന്താ? എടീ, നിന്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് പിടികിട്ടി. ഞാൻ നിന്റെ മാമനാ. പിടികിട്ടിയടി. എന്താ പറയട്ടെ? നീ ഞങ്ങക്ക് ആഹാരം വെച്ച് തരാനുള്ള പ്ലാൻ ഇല്ലല്ലേ, അതുകൊണ്ടാ ഈ കളിയെല്ലാം കളിക്കുന്നത്. പിടികിട്ടിയടി. അങ്ങനെ നീ സൂചിക്കണ്ട, ഞങ്ങൾ ഇപ്പൊ പോയി സാധനം വാങ്ങിക്കും. അയ്യോ, ഞാൻ ആഹാരം ഉണ്ടാക്കി തരും. പതുക്കെ വന്നാലേ നല്ല സാധനം കിട്ടുള്ളൂ, അതാണ്. ഗ്ലാസ് എടുത്തു. മാമ, എന്താടാ മാമനൊരു കാര്യം ശ്രദ്ധിച്ചു? നമ്മളെ രണ്ടുപേരെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി പിങ്കി കാണിച്ച ഒരു ധൃതി, ചെറിയൊരു വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു. വെപ്രാളം ഉണ്ടായിരുന്നു. അത് മാമന് മനസ്സിലായില്ലേ? അതാ മാത്രമല്ല മാമ, അവസാനം അവൾ 1-2 തവണ എടുത്തു പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് പോയിട്ട് താമസിച്ചു വരണേന്ന്. ശരിയല്ല, പെട്ടെന്ന് പോയിട്ട് താമസിച്ചു വരാൻ പറഞ്ഞു. അതിന്റെ പുറകിൽ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പില്ലേ? നീ എന്താണ് ഈ നിഗൂഢതയൊക്കെ പറഞ്ഞ എനിക്കറിയാമോ? നീ പച്ച മലയാളത്തിൽ പറ. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിലേ മാമ, അതെ, മാമൻ ആരോടെങ്കിലും പറയുവോ? ഇല്ല. സത്യമായിട്ടും പറയരുത്. സത്യമായിട്ട് പറയില്ല. എനിക്കൊരു സംശയം തോന്നി അപ്പോഴേ. അതായത് നമ്മളെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് അവൾ ഒറ്റയ്ക്ക് ബിരിയാണി വാങ്ങിച്ച് തിന്നാനായിരിക്കും മാമ. അതൊന്നും അല്ലടേ. സത്യമായിട്ടും അവൾ അതും ചെയ്യാൻ അപ്പുറവും ചെയ്യും. നമുക്ക് എന്നിട്ട് കഞ്ഞിയും പയറും തരും. അവള് തീറ്റ കാര്യത്തിൽ അങ്ങനെ തന്നെ. അവൾ അങ്ങനെ ചെയ്യും. അവൾ അതും ചെയ്യാൻ അപ്പുറവും ചെയ്യും മാമ. എങ്കിൽ വിടാൻ പാടില്ല, കൈ കൂടെ പിടിക്കണം. പിടിക്കാം. അത് കൊള്ളത്തില്ല. ഓ, സിമി മിസ്സിന് വരാൻ കണ്ട സമയം എവിടെ എത്തിയോന്ന് തോന്നുന്നു. എടുക്കണില്ലല്ലോ. അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വിളിച്ച എടുക്കൂല. എത്രയായി? ശരി. പിങ്കി മിസ്,
അയ്യോ മിസ്സിനെ കണ്ടിട്ട് എത്ര നാളായി. ആ മിസ് വല്ലാണ്ട് അങ്ങ് മാറിപ്പോയിട്ടോ. ആണോ? പക്ഷെ പിങ്കിക്ക് മാറ്റമൊന്നും ഇല്ല കേട്ടാ. ഞാനേ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിയാ. ഇതാരാ? ഇത് എന്റെ കസിനാ രാഹുല്. ഞാനിവിടെ അടുത്ത് ആര്യയുടെ വീട് വരെ വന്ന. അപ്പോഴാ ഓർത്ത് പിങ്കിയുടെ വീട് ഇവിടെ അടുത്താണല്ലോ, ഇവിടെ ഒന്ന് കേറിയിട്ട് പോകാൻ കരുതി. ഏതാര്യ? ആര്യ പീസ് ആണോ? ആ തന്നെ. അല്ല നമ്മളെ ഇങ്ങനെ പുറത്തേ നിർത്തി സംസാരിക്കുവാണോ? അല്ല നിങ്ങൾക്ക് പോയിട്ടൊക്കെ ഭയങ്കര അത്യാവശ്യമില്ലേ? ഇല്ലേ? നമ്മൾ ഇതിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നു തന്നെ. അതെ അതെ, എനിക്ക് ഒരു അത്യാവശ്യമില്ല. ഇന്ന് ഇതിന് വേണ്ടിട്ടൊക്കെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആണോ? ആ അപ്പൊ ഉടനെ ഒന്നും പോവില്ലല്ലേ? ഇല്ല ഇല്ല, നല്ല സമയമുണ്ട്. ഞങ്ങള് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോണുള്ളൂ. അയ്യോ ചായയൊക്കെ കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാ വീട്ടിലാരും ഇല്ല? അയ്യോ എന്താ ഇവിടെ പോയി വീട്ടിലുള്ളവരൊക്കെ? ഓരോരോ തിരക്കുകളെ. പക്ഷെ എന്നാ പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ വരാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്റെ കസിൻ രാഹുല്. ആള് നമ്മുടെ LICയുടെ ഏജന്റ് ആണ്. അപ്പം അവനിപ്പം ഈ മാസം ടാർഗറ്റ് ഒന്നും അങ്ങനെ ആയിട്ടില്ല. അപ്പൊ ഞാൻ കരുതി നമ്മുടെ പിങ്കിയുടെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ചേർത്തിട്ട് ആളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ വന്നത് തന്നെ. പക്ഷെ അത് കഷ്ടമായി പോയല്ലേ, ഇവിടെ വീട്ടിൽ ആരും ഇല്ലാതായി. കുഴപ്പമില്ല, നമുക്ക് നാളെ വരാം, പ്രശ്നമില്ല. നാളെ വരണ്ട, നാളെ ഇവിടെ ആരും കാണൂല. നാളെ അത് കുഴപ്പമില്ല, നമുക്ക് ഇനി മറ്റൊന്ന് വരാം. മറ്റന്നാരും കാണുമല്ലോ. മറ്റന്നാളെയും കാണൂല. ശോ. ഒരാഴ്ചയോളം നമ്മൾ കാണൂല. ഓ എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് അപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഞാൻ നിന്നെ വിളിച്ചിട്ട് വരാം. വീട്ടിലെല്ലാരോടൊപ്പം നീ വിളിക്ക്. അത് കൊള്ളാം, അത് നല്ല ആണല്ലോ നല്ലത്. എനിക്ക് അങ്ങനെ അപ്പൊ നമുക്ക് എല്ലാവരും കാണാൻ ചെയ്യാം. അപ്പൊ എന്നാ നമ്മൾ ശരി ഇറങ്ങട്ടെ. വാ, ഇവിടെ നടന്നു വാ. നീയല്ലേ പറഞ്ഞ ഇവിടെ ആരും ഇല്ലാന്ന്? അതെ അതെ അതെ. ശരി മോളെ, നീ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നല്ലോ. കർപ്പൂരം ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് എന്റെ മിസ്, മിസ്സോ? സ്കൂളിൽ പഠിപ്പിച്ച മിസ്. പേരെന്താ? സിമി. സിമി? ആ അയ്യോ, നീ പറയാറുണ്ടായിരുന്നല്ലോ 10ാം ക്ലാസ്സിലൊക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചറാ. ഇവിടെ നിർത്തിയേക്കാന്നോ? അത്തോട്ട് വിളിച്ചോണ്ട് വാ. അവർക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്ത് ധൃതി ഉണ്ടെങ്കിൽ അകത്ത് കയറി ചായ ഒക്കെ കുടിച്ചിട്ട് പോയാ മതി. ഇതാരാ? മാമനാ. മാമനാ എവിടെ? മാമനാ വകയിലൊരു മാമൻ. മക്കള് ചായ കുടിച്ചിട്ട് പോയാ മതി കേട്ടാ. ഇതാരാ? ഇത് അപ്പൂപ്പൻ. അപ്പൂപ്പൻ അപ്പൂപ്പൻ. അതും വകയിലേ വകയിലേ. ശരി. നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ടീച്ചറെ അകത്തോട്ട് വിളിക്കുക. വാ. കല്യാണം കഴിഞ്ഞാന്നോ? ആ കഴിഞ്ഞതാ. മാമ പോയി ചായ കുടിക്കാ പോയി. സത്യം പറയാമല്ലോ ടീച്ചറെ, ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പ്രയോജനം ഉണ്ടെന്നേ ഞാൻ ഇപ്പോഴാ അറിയുന്നത്. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് സാർ, ഒരുപാടുണ്ട്. ഓഹോ, എന്നാ പിന്നെ ഒരു പോളിസി എടുത്തു കളയാം. ഒന്നുമില്ല, എന്റെ വീട്ടുകാർക്കെങ്കിലും പ്രയോജനമാവുമല്ലോ. നിനക്ക് വലിയൊരു പങ്ക് കിട്ടും. രാഹുലേ, നീ അഡ്രസ്സും പ്രൂഫൊക്കെ എഴുതി മേടിക്കും. അപ്പം സാറിന്റെ പേരും അഡ്രസ്സും ഒന്ന് പറയാം സാർ. അയ്യോ പേര് വേണോ? പിന്നെ തീർച്ചയായിട്ടും പേരാണ്. പേരിലത് പറ്റത്തില്ലല്ലോ. പിന്നെ എന്റെ പേര് മതിയോ? അത് പറ്റത്തില്ല. ആരുടെ പേരിലാണോ ഇൻഷുറൻസ് എടുക്കുന്ന പുള്ളിക്കാരന്റെ പേര് എനിക്കോ? രാവിലെ പുലിയുടെ വീട്ടിൽ ആ മണിക്കുട്ടൻ കുരുക്കൾ, പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ കുരുക്കൾ, പുലിയനട വീട്, പുലിയുടെ വീട്, നരിമട പിയോ, ചെന്നായിക്കുളം. നരി നടപ്പി. നരിനട പിയോ, ചെന്നായിക്കുളം. മണിക്കുട്ടൻ ഗുരുക്കൾ. മണിക്കുട്ടൻ കുരുക്കൾ ഞാന് പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ കുരുക്കള് ഞാന്. എന്താ എവിടെ മാവൻ? ഈ മാമനല്ലേ നീ 10ാം ക്ലാസ് പഠിക്കുമ്പോ അറ്റാക്ക് വന്ന് മരിച്ചെന്നോണ്ട് നീ എക്സാം എഴുതാൻ വരാണ്ടിരുന്നേ? അയ്യോ അത് ഈ മാമനല്ല. വേറെ ഏത് മാമൻ? വേറെ മാമൻ. എനിക്ക് വേറെ മാമൻ. പറഞ്ഞോണ്ടല്ലേ ടീച്ചറെ, എവക്ക് മാമനായിട്ട് ഈ ജീവനോടിരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം. അത് ഈ 10ാം ക്ലാസ്സിന്റെ എക്സാം എഴുതാതിരിക്കാൻ വേണ്ടി ഒരു എന്തെങ്കിലും കള്ളം പറയണല്ലോ. അപ്പൊ എനിക്ക് മാമന്റെ പേര് മാത്രമേ കിട്ടുള്ളൂ. സോറി മിസ്, സോറി. എന്നാലും എടീ, ഇന്നോ നാളെയോ എന്ന് കരുതി കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന ഈ മാമൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരനായ എന്നെ നീ കൊന്നല്ലോടി. ചെറുപ്പക്കാരനാ? അല്ല, മാമനെ അപേക്ഷിച്ചിട്ട് ഞാൻ ചെറുപ്പമാണല്ലോ. അതൊന്നും വേണ്ടായിരുന്നു. ഈ ഉണ്ണിയപ്പൂപ്പിന് ബലിയിടാൻ പോണെന്ന് പറഞ്ഞിട്ടല്ലേ നീ 9ാം ക്ലാസ്സിലെ മിഡ് ടൈം എക്സാം എഴുതാണ്ട് ലീവ് എടുത്തേ? ഞാനിപ്പോ മരിച്ചു. അങ്ങനെ പറഞ്ഞേ? മരിച്ചില്ല, പക്ഷെ 9ാം ക്ലാസ്സിന്റെ എക്സാം എഴുതാതിരിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. സോറി. എന്താ കുട്ടി ഇതൊക്കെ? ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവരൊക്കെ മരിച്ചു പോയിന്ന് കള്ളം പറഞ്ഞിട്ടാണോ? അതൊന്നും ശരിയല്ല കേട്ടോ. ദിസ് ഈസ് നോട്ട് ഫെയർ. ഇതൊക്കെ ഞാൻ നേരത്തെ അറിയുന്നെങ്കിൽ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്തേനെ.
സോറി മിസ്. എന്നാലും നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയില്ലോടി. എല്ലാരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം. സോറി സോറി. എന്നാ പിന്നെ നമ്മളങ്ങോട്ട് അല്ല അപ്പൊ എന്റെ പോളിസി പോളിസി ചത്ത കിളിക്ക് എന്തിനാടോ കൂട്? അല്ല മരിച്ചെനിക്ക് എന്തിനാ പോളിസി? ശരി എന്നാ പിന്നെ ഇപ്പൊ നമ്മളങ്ങോട്ട്. ആയിക്കോട്ടെ. ഓ ശരി. മാമന്റെ പൊന്നുപോളിങ് അടുത്തോട്ട് വന്നേ. വന്നേ. ഓ വേണ്ട. അല്ല മാമനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ഞങ്ങളെ രണ്ടുപേരെ അല്ലാതെ ഈ കുടുംബത്തിൽ നീ എത്ര പേരെ കൊന്നിട്ടുണ്ട്? അത് അത് പിന്നെ പിന്നെ എത്ര പേരെ കൊന്നിട്ടുണ്ട്? എന്റെ അച്ഛനും അമ്മയും ചേച്ചി വെച്ച് ബാക്കി എല്ലാവരും ഞാൻ കൊന്നിട്ടുണ്ട്. പച്ചജീവനത്തോടെ ഇരിക്കുന്ന ഞങ്ങളെ രണ്ടുപേരെ കൊന്നിട്ട് നീ ഇരുന്ന് ന്യായം ഇവിടെ വരാനാണ് പറഞ്ഞത്. സാച്ചു, 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 സാച്ചു,